ശ്രീ വെമ്പായ നസീർ, താങ്കള് ആരെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്? കാരണഭൂതൻ, അടുത്തു പോയാൽ കരിഞ്ഞു പോകുന്ന സൂര്യപ്രഭയുള്ള മനുഷ്യൻ, അതുപോലെ തന്നെ വടിവാളുകൾ തട്ടിമാറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം കോളേജുകളിൽ അവസാനിപ്പിച്ചതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. രണ്ടു കൈയും കൂട്ടിയിടിച്ച് ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ശത്രുക്കളെ തുരുത്തുന്ന ഒരു വ്യക്തി, 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തി. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് താങ്കൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ മനസ്സിലൊക്കെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഒരു ഹിമാലയമാണ് രാഷ്ട്രീയത്തില്. അത് തെറ്റാണ്. അത്തരത്തിലുള്ള ഒരു വൻമലയെ നേരിടാൻ കേവലം ഒരു ഷോൺ ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് വഴങ്ങുന്ന നീതിന്യായ സംവിധാനങ്ങളാണോ എന്റെ വെമ്പായ നസീർ ഈ കേരളത്തിൽ, ക്ഷമിക്കണം, നമ്മുടെ ഇന്ത്യയിലുള്ളത്? എന്തൊരു അബദ്ധജടിലമായ കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. ഒരു ഷോൺ ജോർജ് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം രാഷ്ട്രീയത്തിലെ, നമ്മൾ പറയില്ലേ, വ്യക്തിപ്രാഭവമുള്ള ഒരു വ്യക്തി, നിങ്ങൾ തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. ആയിരങ്ങൾ വളഞ്ഞു നിന്നാണ് കൈകൊട്ടിക്കളി നടത്തിയിട്ട് കാരണഭൂതൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഒരു ഷോൺ ജോർജും അദ്ദേഹത്തിന്റെ അപ്പനും വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ കോടതികളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിധികൾ സമ്പാദിച്ചുകൊണ്ട് വീണ വിജയനെയും പിണറായി വിജയനെയും ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്, താങ്കള് ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ സംഗതിയുടെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കാതെയാണ്. ശ്രീ വെമ്പായ നസീർ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. കഴിഞ്ഞ 2-2.5 കൊല്ലമായി ഞാനൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഈ മഞ്ജുഷിന്റെ കൂടെ ശ്രീജിത്ത് പണിക്കരും കൂടെ ഉണ്ടാകും. എന്താണെന്നറിയോ, ഒരു പേപ്പർ എടുത്ത് പുറത്തിട്ടാൽ മതി, ഞാനും CMRL തമ്മിലുള്ള എഗ്രിമെന്റ്, അല്ലെങ്കിൽ എക്സാ ജോലിക്കും ഞാനും തമ്മിലുള്ള എഗ്രിമെന്റ് ഇതാ പുറത്ത് കിടക്കുന്നു, ഈ എഗ്രിമെന്റ് പ്രകാരമാണ് ഞാൻ പണം മേടിച്ചത് എന്ന് ഈ വീണ വിജയൻ എന്ന് പറഞ്ഞവർ പറഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമേ ഉള്ളൂ. ഈ അല്ലാതെ യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. അത്തരത്തിലുള്ള ഒരു കടലാസ് കഷ്ണം കാണിക്കാനില്ലാതെ ഈ വന്നിരുന്ന് പറയുന്ന ന്യായീകരണമുണ്ടല്ലോ, ഇതാണ് പിണറായി വിജയന്റെയും മകളുടെയും ശക്തി. താങ്കളെ പോലുള്ള നിഷ്കളങ്കരായ ആളുകൾ, അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് TV ചാനലിലായാലും നാട്ടിൻപുറങ്ങളിലായാലും 10 പേർ കൂടുന്നിടത്തായാലും ഉണ്ട് എന്നുള്ളതാണ് ശ്രീ പിണറായി വിജയനും മകളും ഇത്തരത്തിലുള്ള നിഗൂഢമായ മാർഗങ്ങളുടെ പണസമ്പാദനത്തിന് തുനിയുന്നത് എന്നുള്ളത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക.